ഏഷ്യയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ഇറാനിലെ 2000 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി US അറിയിക്കുന്നു. രാജ്യത്ത് മരണസംഖ്യ 1000 കടന്നതായിട്ടാണ് റിപ്പോർട്ട്. 5402 പേർക്ക് പരിക്കേറ്റു. മരിച്ചതിൽ 181 പേർ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതേസമയം ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അജയ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇത് ഇറാൻ തുടങ്ങി വെച്ച യുദ്ധമാണ് എന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണം അതിശക്തമായി തന്നെ US-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നതും കൂടി പറയുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് അതുതന്നെയാണ്. യുദ്ധം നാളുകളോളം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ച് അധികം നാൾ ഉണ്ടാകുമെന്ന് നെതന്യാഹുവും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ട്രംപ് പറയുന്ന ഒരു കാര്യം, ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ കുറവാണ് എന്നത് പറയുന്നു. എന്നാൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട്. ഇന്ന് 5-ാം ദിവസത്തിലേക്ക് എത്തുന്നു. എന്തായിരിക്കും ഇന്ന് കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത്? ആക്രമണം കൂടുതൽ കലുഷിതമായി തന്നെ പശ്ചിമേഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളത് ഈ ആക്രമണങ്ങളുടെ ഒരു വ്യാപ്തി സൂചിപ്പിക്കുന്ന ഒരു മാപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഇതിൽ ഈ ചുവന്ന ഡോട്ടുകളുള്ളത് ഇറാനകത്ത് US-ഉം ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, പ്രധാനമായിട്ടും വടക്കൻ മേഖലകളും വടക്ക് പടിഞ്ഞാറൻ മേഖലകളും കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായിട്ടും US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണം. കാരണം ഇവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ സർക്കാർ ഓഫീസുകൾ, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ടെഹ്റാനിൽ തന്നെ നിരവധി ഡോട്ടുകൾ കാണാൻ സാധിക്കും. ടെഹ്റാനിൽ ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സജീവമായി തന്നെ നിരവധി ഇപ്പോൾ ഡ്രോൺ അറ്റാക്കുകളാണെങ്കിലും മിസൈൽ അറ്റാക്കുകളാണെങ്കിലും ടെഹ്റാനിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ പലയിടത്തും ഇപ്പോഴും സംഘർഷം രൂക്ഷമാണ്. പിന്നെ തെക്കൻ മേഖലകൾ നോക്കുകയാണെങ്കിൽ അവിടെയും സംഘർഷം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ വടക്കൻ മേഖലകളിലായിരുന്നു കൂടുതൽ ആക്രമണം. ഇപ്പോൾ തെക്കൻ മേഖലകളിലും ഈ ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മിനാബ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരു സ്കൂളിൽ ആക്രമണം നടന്നതിൽ അതിൽ നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ മരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അതൊരു തെക്കൻ നഗരത്തിലായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ ഈ നീല ഡോട്ടുകളിൽ കാണുന്നത് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ നീല ഡോട്ടുകളിൽ കാണുന്നത്. അതായത് വിവിധ US സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ US എംബസികൾ, US കോൺസുലേറ്റുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ നീല ഡോട്ടുകളിൽ കാണുന്നത്. ഇത് ഇറാനിൽ നിലവിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളെ അപേക്ഷിച്ച് ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ വ്യാപ്തി കുറവാണെങ്കിലും ഇതും കടുത്ത രീതിയിൽ തന്നെയുണ്ട്, നിരവധി ആശങ്കയുണ്ടാക്കുന്നതാണ്. പല രാജ്യങ്ങളിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിലൊക്കെ ഒരു പെൺകുട്ടി ഇപ്പോൾ മരിച്ചിരുന്നു. അവിടെ ഒരു ഡ്രോണിൻ്റെ അവശിഷ്ടം വീണ് പരിക്കേറ്റ ഒരു പെൺകുട്ടിയുടെ മരണമാണ് ഇപ്പോൾ കുറച്ചു മുൻപേ സ്ഥിരീകരിച്ചത്. സൗദി ഇപ്പോൾ പറയുന്നുണ്ട് നിരവധി ഡ്രോണുകൾ അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പല രാജ്യങ്ങളും ഇതുപോലെ സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫ്രാൻസ് അടക്കം ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അറേബ്യൻ രാജ്യങ്ങളോടും അതുപോലെ തന്നെ ജോർദാനോടും ഫ്രാൻസ് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഒരു സൈനിക കരാറിൽ. അതനുസരിച്ച് ഇവർക്കെതിരെ എന്തെങ്കിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ തന്നെ ജോർദാനെതിരെയും എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിന്തുണ നൽകാം എന്നുള്ള ഒരു കരാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഫ്രാൻസും ഇപ്പോൾ മേഖലയിലേക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ അതുപോലെ മറ്റ് ആയുധങ്ങൾ ഇതെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ കൂടുതൽ എല്ലാ ആക്രമണങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റിയാദിലുണ്ടായിട്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദുബായിൽ ആക്രമണം നടന്നിരുന്നു. പലയിടത്തും UAE-യിലുള്ള ഒരു US കോൺസുലേറ്റിന് നേരെ ഇപ്പോൾ രാവിലെ ആക്രമണ ശ്രമം നടന്നിരുന്നു. പക്ഷേ അത് ഈ മിസൈൽ ഉടൻ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് അത് നശിപ്പിക്കുകയായിരുന്നു. UAE-യുടെ ഭാഗത്തുനിന്ന് UAE തന്നെ മിസൈൽ അയച്ച് അത് നശിപ്പിച്ചു. അങ്ങനെ US കോൺസുലേറ്റിൽ അങ്ങനെ UAE-യിലുള്ളത് ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ UAE-യിൽ തന്നെയുള്ള നിരവധി US-ന്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം ആക്രമണം നടന്നത് നമുക്ക് ഈ മാപ്പുകളിൽ നിന്ന് കാണാൻ സാധിക്കും. പല ഓയിൽ ടാങ്കുകളും നശിച്ചു. ഈ ഒമാനിൽ ആദ്യഘട്ടത്തിൽ ആക്രമണം ഒന്നുമില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് വളരെ ശാന്തമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഒമാനിലും ആക്രമണം ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 2 സ്ഥലങ്ങളിലുള്ള US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്ന് നശിപ്പിച്ചു. അത് 2 ഡോട്ടുകളാണ്. മറ്റ് രാജ്യങ്ങളിലുള്ളത് അപേക്ഷിച്ച് ഒമാനിൽ കുറവാണ്. പക്ഷേ അവിടെയും
ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഒരു ന്യൂട്രൽ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രയേലിലും ആക്രമണം ശക്തം തന്നെയാണ്. അവിടെ ടെല്ലവീവ് അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലം അത് നിർണായകമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സൈപ്രസ് എന്ന് പറയുന്ന ഈ ദ്വീപിൽ പ്രധാനമായിട്ടും UK-യുടെ ഒരു വലിയ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സൈപ്രസിലെ ഈ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായി, അവിടുത്തെ റൺവേ തകർത്തു. അപ്പോൾ അങ്ങനെ ചില പശ്ചാത്തലമെല്ലാം അവിടെ സംഭവിച്ചിരുന്നു. അതിനുശേഷം UK ഇപ്പോൾ നിലവിൽ അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതൽ യുദ്ധവിമാനങ്ങളും സാധന സാമഗ്രികളും എല്ലാം സൈപ്രസിലേക്ക് അയച്ച് അവിടുത്തെ സുരക്ഷ അത് കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുദ്ധമുഖത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പുതിയ ഒരു ഇതാണ് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തും ഇപ്പോൾ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേലാണ് ലെബനനിലേക്ക് ഇപ്പോൾ ആക്രമണം അത് കടുപ്പിച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇറാനെ സഹായിച്ചുകൊണ്ട് അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് രംഗത്ത് വന്നത് കാരണമാണ് ഈ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്നത് ലെബനനിലാണ്. അവിടുത്തെ മരണസംഖ്യ അടക്കം ഉയർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അവിടെ പുതുതായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ മരണസംഖ്യ 50 ആയിട്ടുണ്ട്. 335 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വിവരം എന്ന് പറയാനുള്ളത് ലെബനിലുള്ള ബാൽക്കൈം എന്ന് പറയുന്ന നഗരത്തിൽ 4 പേർ മരിച്ചു. അവിടെ 6 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇറാനിലും മരണസംഖ്യ വളരെ കൂടുതൽ തന്നെയാണ്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇറാനിൽ മരണസംഖ്യ 1000-ന് മേലെ കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5402 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഏതാണ്ട് 118 കുട്ടികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 181 കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള 181 കുട്ടികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ 100ഓളം കുട്ടികൾക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇറാനിൽ എന്തായാലും സാഹചര്യം അതിരൂക്ഷം തന്നെയാണ്. അവിടെ ഇപ്പോഴും പല മേഖലകളിലും സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടെ ഇറാൻ വ്യക്തമാക്കുന്നത് നിലവിൽ അവർ ചർച്ചകൾക്കൊന്നും തയ്യാറല്ല, അവർ കീഴടങ്ങാൻ തയ്യാറല്ല. അത് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാൻ പറയുന്നൊരു കാര്യം, ഇറാൻ ഇനി ചർച്ചകൾക്കൊന്നും നിൽക്കുന്നില്ല. ഇറാൻ ചർച്ചകൾക്ക് ആ സമയം ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നതായിരിക്കും ഇറാന്റെ മനസ്സിൽ നിൽക്കുന്നത്. അതായത് ഞങ്ങൾ ചർച്ചകൾക്കൊന്നും തയ്യാറാവുന്നില്ല, ഞങ്ങൾ യുദ്ധവുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെ പറയുന്നു ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങൾ കുറവായെന്ന്, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഉടനെ തന്നെ അവർ കീഴടങ്ങുമെന്നതാണ് US-ൻ്റെ വ്യാമോഹം. എന്നാൽ ഇറാൻ അവിടെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് പോകാൻ തയ്യാറുമാണ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇറാൻ്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്തായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്? US-ന്റെ ഒരു അവകാശവാദം അനുസരിച്ച് ഇറാൻ ഇതിനോടകം 2000 ഡ്രോണുകളും അതുപോലെ തന്നെ 500 ബാലിസ്റ്റിക് മിസൈലുകളും ഫയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് US വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആയുധ സ്റ്റോക്കുകൾ അത് ഇപ്പോൾ തന്നെ അവസാനിക്കാറായി. അതുകൊണ്ട് ഇറാൻ ഇനിയൊരു വലിയ രൂക്ഷമായൊരു പ്രത്യാക്രമണം നടത്തില്ല എന്നാണ് US പറയുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോഴും ശക്തമായി തന്നെ മേഖലയിൽ ആക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യയിലുള്ള പല രാജ്യങ്ങളിലേക്കും മിസൈൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. പല US കോൺസുലേറ്റുകൾക്ക് നേരെയും ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ഇത് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഒരുപാട് US-ന്റെ നേവൽ ബേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമുദ്ര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹോർമുസ് കടലെടുക്കുകയാണെങ്കിലും അവിടെയുള്ള മേഖലയിലുള്ള സമുദ്ര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട US കേന്ദ്രങ്ങളെയും അവർ ആക്രമിച്ച് തകർത്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള നാശനഷ്ടങ്ങൾ അത് എത്രത്തോളം വ്യാപ്തിയിലുണ്ട്, പൂർണ്ണമായിട്ടും ഇതിൻ്റെ പ്രവർത്തനം നശിച്ചോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷേ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകാൻ ഇറാൻ തയ്യാറെടുത്തിട്ടുണ്ട്. അവർ ഇപ്പോൾ അവിടെ രാജ്യത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭരണത്തിലുള്ളതാണ്. കാര്യം ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ അവർക്ക് നിലവിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി പ്രധാനമായിട്ടും പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിയും അതുപോലെ 88 അംഗങ്ങളുള്ള ഒരു ആത്മീയ സമിതി, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായിട്ട് ഇറാൻ ഇതിനോടകം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ പുതിയൊരു നേതാവിനെ നിലവിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ മുസ്തഫ ഖമനിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു എന്ന് ചില ഇറാനിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കും കൂടെ നീങ്ങാൻ കഴിയുമായിരിക്കുമല്ലേ?
അതെ, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലൊരു പുതിയ ആളെ തീരുമാനിച്ചതായിട്ട് അറിയിപ്പില്ല. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് മുൾത്താനി ഖമനേയ്ക്ക് തന്നെയാണ്. ഖമനയുടെ ആയത്തുള്ള അലി ഖമനയുടെ മകനാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിനാണ് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത്. അതുപോലെ അലി ലാരിജാനി എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹമാണ് നിലവിലുള്ള അവിടുത്തെ ഭരണം കൂടുതൽ ആയിട്ട് നിയന്ത്രിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. കൂടുതൽ ഈ ആത്മീയ സമിതിയുടെ അവരുടെ പിന്തുണ അത് ഖമനയുടെ മകന് അധികം ലഭിക്കാൻ സാധ്യതയില്ല. അത് അലി ലാരിജാനിക്കാണ് അവർ പിന്തുണയായിട്ടുള്ളത്. എന്നാൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അത് കൂടുതൽ പിന്തുണ നൽകുന്നത് ഖമനയുടെ മകനാണ്. പക്ഷെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പവർ ഗെയിം അത് ഇറാനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാനകത്ത് ഇനി ആര് ഭരണത്തിൽ വന്നാലും അവർ ഇത് മോശമായിട്ടായിരിക്കും ഈ മേഖലയിലെ സാഹചര്യം അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. അപ്പോൾ ഇനി ആര് ഭരണത്തിൽ വരും, അല്ലെങ്കിൽ ആര് ഭരണത്തിൽ വരാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്, എന്തായിരിക്കും ഇനി ചർച്ചകളുടെ ഭാവി, അതെല്ലാം തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വത്തിലുള്ള കാര്യമാണ്. അതെല്ലാം ഒരു ചർച്ചയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ആക്രമണം കടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വടക്കൻ ഇസ്രായേലിലുള്ള മെറ്റുല എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായതായിട്ട് നിലവിലവർ പറയുന്നു. അവിടെയുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഈ ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം ഇതിനു മുൻപേ ഉണ്ടായിരുന്നു. ഈ ഇസ്രായേലിൻ്റെ ഒരു വ്യോമ കേന്ദ്രത്തിലേക്ക് നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ മെറ്റുല എന്ന് പറയുന്ന ഒരു വടക്കൻ ഇസ്രായേലി നഗരത്തിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായിട്ടാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ളയിൽ നിന്ന് വന്നിട്ടുള്ള ചില മിസൈലുകളും ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ അത് നശിപ്പിച്ചു എന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരുന്നുണ്ട്. അതുപോലെ തന്നെ മേഖലയിൽ കൂടുതൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. എന്തായാലും നിലവിൽ തുറന്നിട്ടുള്ള ഒരു യുദ്ധമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നിലവിലൊരു യുദ്ധമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാലും പുതിയ ഒരു യുദ്ധമുഖം, പുതിയൊരു ആക്രമണത്തിൻ്റെ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് അത് ഇസ്രായേലും ഈ ലെബനനും കേന്ദ്രമാക്കിയിട്ടുള്ള ഈ ഒരു സർക്കിൾ തന്നെയാണ്. സജയ്, നമുക്കിനി ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേക്കും കൂടെ ഉറപ്പായിട്ട് വരണമല്ലോ. കാരണം ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഇറാൻ പറയുകയാണ്, ഇറാൻ അടച്ചിടുകയാണെന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കാരണം ഇപ്പം എണ്ണ വിലയൊക്കെ കൂടുകയാണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബാരലിന് എത്ര വരെ പോകും എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യവും നിൽക്കുകയാണ്. ഇപ്പോൾ $150-160 വരെ പോവുകയാണെങ്കിൽ പിന്നെ ഇത് രണ്ടാമത്തെ ചോദ്യം, ഇത് എത്ര നാൾ ഇറാൻ ഇത് അടച്ചിടാൻ പറ്റുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഇത് എത്ര നാളത്തേക്കായിരിക്കാം, ഇനി ഇത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ അടച്ചിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിട്ടുള്ളത്. ഈ ഇടയ്ക്കുള്ള ഒരു ചെറിയ ഭാഗം, ഇതാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അതായത് അറേബ്യൻ കടലിനെ ഈ ഗൾഫ് സീയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ ഒരു സ്ഥലത്ത് നിലവിൽ ഈ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ഈ ആക്രമണം ഇപ്പോൾ നിലവിൽ മേഖലയിലൂടെ ഒരു കപ്പൽ നീക്കവും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവർ അതിനനുസരിച്ച് മേഖലയിൽ ആക്രമണം കൂടുതൽ വ്യാപകമാക്കിയിട്ടുമുണ്ട്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതുവഴി തീർച്ചയായിട്ടും വ്യാപാരം നടക്കും, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ US സ്വീകരിച്ചു വരുന്നതായിട്ടാണ്. അതിനുവേണ്ടി USൻ്റെ പ്രത്യേക നേവൽ സംഘത്തെ ഇവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിക്കും എന്നും US പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം അതിപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. ആദ്യം പല കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള ഗതാഗതം അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആദ്യം 4 കപ്പൽ കമ്പനികളാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി അവസാനിപ്പിച്ചതെങ്കിൽ പിന്നീട് കൂടുതൽ സ്വകാര്യ എണ്ണ കമ്പനികൾ രംഗത്ത് വരുന്നു. തുടർന്ന് മറ്റ് ഗതാഗത സംവിധാനങ്ങളും ഇതുവഴി അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെ ഇറാൻ ഈ മേഖലയിലുള്ള 3 കപ്പലുകൾ ആക്രമിക്കുക വരെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അതിൻ്റെ ഗതാഗതം അത് പൂർണ്ണമായിട്ട് നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഇതൊരു ചെറിയ കടലിടുക്കാണെങ്കിലും ഇന്ത്യയുടെ ഉൾപ്പെടെ ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 20 മുതൽ 25% വരെ നിയന്ത്രിക്കുന്നത് അത് ഈ ഭാഗമാണ്. ഇതുവഴിയുള്ള ഗതാഗതം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരാനും അത് വലിയ പ്രതിസന്ധിയിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 15% ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നിട്ടുണ്ട്. ഇനിയും അത് ഉയർന്നു തന്നെ പോകാനാണ് സാധ്യത. പല രാജ്യങ്ങളിലെയും സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ താഴേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റ് അത് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ
നിലപാടിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. ഇന്ത്യയെ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ മോശമായി ബാധിച്ചേക്കാം. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ LPG ഇറക്കുമതി ഇവയെ മാത്രമാകില്ല ബാധിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇത് വളരെ മോശമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ബസുമതി റൈസിൻ്റെ കയറ്റുമതി ഇന്ത്യ ഇറാനിലേക്കും അതുപോലെ തന്നെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്കും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഭരണങ്ങളുടെ കയറ്റുമതി, ആഭരണങ്ങൾ അതുപോലെ തന്നെ രത്നങ്ങൾ ഇവയുടെ കയറ്റുമതി ഇന്ത്യ പ്രധാനമായിട്ടും ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നടത്തുന്നുണ്ട്. അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യൻ ആഭരണങ്ങൾക്ക്. അപ്പോൾ ഇവയുടെ വ്യാപാരം അത് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെഷീനുകൾ, മറ്റ് സാമഗ്രികൾ, അതുപോലെ തന്നെ ഇത്തരം പല ഉപകരണങ്ങളുടെയും പല വസ്തുക്കളുടെയും എല്ലാം ഇന്ത്യയുടെ വ്യാപാരവും പ്രതിസന്ധിയിലാകും. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ ഈ എക്സ്പോർട്ട് പ്രതിസന്ധിയിലായാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലേക്ക് വരുന്ന ഡോളറിൻ്റെ വിനിമയം അത് പ്രതിസന്ധിയിലാക്കും. ഡോളറിൻ്റെ വരവ് കുറയും. ഡോളർ സംഭരണം, ഒരു രാജ്യത്ത് എത്രത്തോളം ഒരു ഡോളർ സംഭരണം ഉണ്ടെന്ന് ഉള്ളതനുസരിച്ചിരിക്കും ആ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത. അപ്പോൾ അത് കുറയുന്നത് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ഇന്ത്യയെ തള്ളിവിടുന്നത്. ഇപ്പോൾ ഇറാനുമായിട്ടും ഇന്ത്യ സഹകരിച്ച് വളരെ നല്ല ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധവും അതുപോലെ തന്നെ വളരെ നല്ലൊരു വ്യാപാര ബന്ധവും ഇറാനും ഇന്ത്യയുമായിട്ടുണ്ട്. എന്നാലും മുൻപത്തേക്കാൾ ഇന്ത്യ നിലവിൽ വ്യാപാരം ഇറാനുമായിട്ട് കുറച്ചിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം. എന്നാലും ഇറാനുമായും വ്യാപാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ GCC കൺട്രീസും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള വ്യാപാരം ഈ ഹോർമുസ് കടലെടുക്ക് വഴി നിലയ്ക്കുന്നതോടെ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഹരി, ഇല്ല അജയ്, അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടും എന്നത് വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ചോദ്യം കൂടിയാണല്ലോ. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ നിലപാട് അറിയിക്കൽ എന്നൊരു പരിപാടി ഉണ്ടാവും. ഇന്ത്യ നിലവിൽ ഈ യുദ്ധത്തെ മൊത്തത്തിൽ അപലപിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 3 രാജ്യങ്ങളെയും ഇന്ത്യ ഈ ആക്രമണത്തിൽ തള്ളിക്കളയുകയാണ്. അതായത് ഈ ആക്രമണം അത് ഒരിക്കലും പാടില്ല, എല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയെ അപലപിച്ചുകൊണ്ട് നേരെ രംഗത്തെത്തിയിട്ടുള്ള ഇപ്പോൾ UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ഇന്ത്യ പരസ്യമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിലവിൽ ഒരു വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. കാര്യം UAE-യിൽ ആക്രമണം നടത്തിയത് ഇറാൻ ആണ്, അതും US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ. അപ്പോൾ ഇറാൻ UAE-യിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചതിലൂടെ ഈ US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തുന്ന സംയുക്ത ആക്രമണത്തിൽ ഇന്ത്യ നിലപാട് അറിയിക്കാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നതെന്നും ഇത് തീർച്ചയായിട്ടും ഒരു തെറ്റായ നിലപാടാണെന്നും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഇപ്പോൾ ഇറാനിൽ US-ഉം ഇസ്രായേലും നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ അവിടെ ആയത്തുള്ള അലി ഖമനിയെ മരിച്ചത്, ഇതൊന്നും തന്നെ ഇന്ത്യ നിലവിൽ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. പൊതുവെ എല്ലാം തള്ളിക്കളയുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതുപോലെ UAE-ക്ക് പിന്തുണയുമായി നേരിട്ട് രംഗത്തെത്തി UAE-യിലെ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇറാനെ മാത്രം തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട 3 രാജ്യങ്ങളെയും തള്ളിക്കളയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. 3 രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് സൗഹൃദമുണ്ട്, ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട്, എല്ലാം നിർണായകമാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു വലിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നാലും പാകിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇറാനിൽ നിന്നുണ്ടായത്. അത് നമുക്ക് തുർക്കിയുടെ നിലപാടുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കാര്യം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടെത്തിയ തുർക്കി അവർക്ക് കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുകയുൾപ്പെടെ ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട വലിയ രാജ്യമായിട്ടും ഇറാൻ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയിരുന്നില്ല. അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളായിട്ടുള്ള ISIക്കൊക്കെ എതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇറാൻ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ട്. ഇന്ത്യക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ഇന്ത്യ അത് കുറച്ചിട്ടുണ്ടെങ്കിലും ക്രൂഡ് ഓയിൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് ഇന്ത്യയിലേക്ക് വിതരണം ചെയ്തിട്ടുള്ള ഒരു പങ്കാളിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ബസുമതി അരിയുടെ കയറ്റുമതി ഉൾപ്പെടെ ഇറാനിലേക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ബന്ധം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 3 രാജ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇനി അറിയേണ്ടതുണ്ട്. അജയ്, തുടരുക. നമുക്ക്